അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചിന്നുവിനോട് അമ്മ ഒരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് അച്ഛനെ കേസ് പിൻവലിക്കണം എന്നിങ്ങനെ പറയണം. ഞാൻ ആലോചിക്കട്ടെ, അമ്പലത്തിൽ പോവട്ടെ എന്ന് പറയണം കേട്ടോ. അമ്പലത്തിൽ പോയതിന് ശേഷം നേരെ അർച്ചന ആശുപത്രിയിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനുശേഷം വിജയശങ്കറോട് പറയാണ്, എൻ്റെ മോൾ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ ഈ കേസ് എന്തായാലും പിൻവലിക്കുകയാണ്. പക്ഷേ നിങ്ങളെ തല്ലിയതിൻ്റെ വേദന എൻ്റെ മാറി. പക്ഷേ എൻ്റെ മനസ്സിനേറ്റ മുറിവുണ്ടല്ലോ, അതൊരിക്കലും ഈ ജന്മത്തെ ഞാൻ മറക്കില്ല. നിങ്ങളോടുള്ള പക എനിക്ക് കൂടുതലാണ്. പക്ഷേ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കേസ് പിൻവലിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് തിരിച്ചൊന്നും പറയാനില്ല. വിജയശങ്കറിനൊരു ആശ്വാസമാണ് ഉണ്ടാവുന്നത് കേട്ടോ. അതിനുശേഷം അച്ഛനോട് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയണം. അച്ഛനാകെ കലി വരികയാണ് കേട്ടോ. കാരണം വിജയശങ്കറിനെ കോടതി കയറ്റാൻ കിട്ടിയൊരു അവസരം ചീച്ചയായിട്ട് ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് അച്ഛന് ദേഷ്യം വരികയാണ് കേട്ടോ. സാരമില്ല, ചിന്നുവിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവൾക്ക് ഒരുപാട് വേദന ഉണ്ടാകും, അവളുടെ അച്ഛനെ കോടതിയിൽ കയറ്റിയ അത് കാരണമാണ് എന്നിങ്ങനെ അർച്ചന പറയുകയാണ് കേട്ടോ. അതേസമയം വിജയശങ്കർ വീട്ടിലെത്തിയതിന് ശേഷം ചിന്നുവിനെ കണ്ടിട്ട് വേഗം പോയി കെട്ടിപ്പിടിച്ചിട്ട് ചിന്നുവിനോട് പറയണം, മോളെ നീ കാരണമാണ് അച്ഛനെ അമ്മ കോടതി കയറ്റാതിരുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ചിന്നുവിനോട് ഇങ്ങനെ ഒരുപാട് ചിന്നുവിനെ പ്രശംസിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ മൊത്തം ദേഷ്യം വരികയാണ്. ചന്ദ്ര പറയാണ്, അതിനെന്തപ്പോൾ കുഴപ്പം, മോളുടെ ധർമ്മം മോള് ചെയ്തത്, അച്ഛൻ കോടതിയിൽ കയറുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മോള് ചെയ്തു, അതിനിപ്പോൾ ഇത്ര പറയാനൊന്നുമില്ല എന്നിങ്ങനെ ചന്ദ്ര പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ചിന്നു വിചാരിക്കണേ, ഇവരോട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്ന്. ആര്യയ്ക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ആര്യ എന്നിട്ട് ചിന്നുവിനെ കെട്ടിപ്പിടിച്ചിട്ട് ചേച്ചീനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല എന്നിങ്ങനെ ആര്യ ചിന്നുവിനോട് പറയുകയാണ് കേട്ടോ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.